കൊള്ളൂല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞ് കൊന്നനായിരുന്നു. അനശ്വര ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരയുടെ കൂടെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. സാറേ ചെറുതായിട്ട് ഒരു കാമുകരായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് അകര അനശ്വര എല്ലാവരും കിടിലാണ്. ക്ലൈമാക്സ് എല്ലാം നല്ല കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ബിപിൻ ദാസിൻ്റെ വേറൊരു വെറൈറ്റി ആയിരിക്കും. 100% എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചുമ്മാ തമാശ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. നല്ല കിടിലൻ പടം, തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗ്. വേറെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലൈമാക്സ് എല്ലാം നല്ല രീതിയിൽ ഇമോഷണലാക്കി നല്ല കിടിലം. എല്ലാവരും അഭിനയം എല്ലാം കിടിലം. മസ്റ്റ് വാച്ച്. പടം തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. ലാഗോ ഒന്നുമില്ല. നല്ല കോമഡി ഇമോഷണലായിട്ട് നല്ല കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് പറയാനായിട്ട് എല്ലാവരും ആക്ടിങ് വൈസ് എല്ലാവരും ചെയ്തേക്കണ എല്ലാവരും കിടിലോണം. അനശ്വര എല്ലാവരും കിടിലോണം. ക്ലൈമാക്സ് എല്ലാം നല്ല കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വഴിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സിനിമ, കോമഡിയെ കൊള്ളാം, നല്ലൊരു അഭിപ്രായം, അഭിനയം കൊള്ളാം, ബോറടിപ്പിക്കില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രൊഡ്യൂസർ വിപിൻ ദാസ്, സംവിധായകൻ എസ് വിപിൻ, അവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേക നന്ദി പറയുന്നു. ആണ് ഇതിനെ ഇത്രയും സക്സസ് ആക്കിയത്. നല്ല രസമുള്ള സിനിമയാണ്. ആക്ഷേപഹാസ്യവും എല്ലാത്ത സങ്കടവും സന്തോഷവും എല്ലാം കൂടെ അടങ്ങിയ നല്ലൊരു സിനിമ. ഇത് തീർച്ചയായിട്ടും എനിക്കൊരു നല്ല ചിത്രമായിട്ടാണ് തോന്നിയത്. കൊച്ചുപടമാണ്, കാസ്റ്റിംഗ് ഒക്കെ വളരെ നല്ലതാണ്, തമാശ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റാണ്, എല്ലാം നല്ല കാസ്റ്റിംഗാണ്. 100% എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചുമ്മാ തമാശ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. നല്ല പടം. തീർച്ചയായും പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ബിപിൻ ദാസിൻ്റെ വേറൊരു വെറൈറ്റി ആയിരിക്കും. എല്ലാം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. പടം ബ്രോ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ. ഒരു മരണ വീട്ടിലെ സംഭവമാണ്. അത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ നല്ല രീതിയിൽ കോമഡിയുണ്ട്, നോവിയുണ്ട്, പിന്നെ അസീസൊക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അനശ്വരയുണ്ട്. അനശ്വര കൊച്ചു പിള്ളേരെ പോലെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു മരണ വീട്ടിലെ സംഭവമാണ്. അത് അവസാനം അത് കത്തിക്കുന്ന രംഗം വരെയാണ്. അത് നമ്മൾ കാണണം. കണ്ടാലും നമുക്ക് ആ രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രത്തോളം നല്ല രീതിയിൽ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പുതിയ ഡയറക്ടർമാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അഭിമാനിക്കുന്നു. കാര്യം നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. പഴയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ച ഒരു വലിയ നടന്മാരും അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നല്ല മൂവിയാണ്. കുഴപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലെന്ന് പറയാം. നെഗറ്റീവ് കൊള്ളൂല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞ് കൊന്നനായിരുന്നു. പക്ഷെ കൊള്ളാം. കോമഡിയാണ് ഏറ്റവും കൂടുതൽ. ചിരിച്ച് ഞരമ്പ് പോലെ പൊട്ടി. ആ ഒരു പരമാണ്. ഒരു തടിയനായിട്ടുള്ളൊരു പയ്യൻ അഭിനയിച്ചു. എൻ്റെ പേരെനിക്കറിയില്ല. പുള്ളി നല്ല രീതിയിൽ കോമഡി വർക്കായിട്ടുണ്ട്. അനശ്വര ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരയുടെ കൂടെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. സാറേ ചെറുതായിട്ട് ഒരു കാമുകരായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് അകര. അതായത് ഈ പടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതേപോലെ ഒരു ചെറിയ റോളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയായിരുന്നു. കാര്യം അനശ്വര അടിപൊളിയല്ലേ. എനിക്ക് ഞാൻ അഭിനയിക്കണമെങ്കിൽ അവരോട് അഭിനയിക്കുള്ളൂ. ഇനി നാളെ നല്ലൊരു നടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നായിക അനശ്വര വേണം, എന്നാലേ പറ്റുള്ളൂ.